നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലകളിലെ ചില വിശിഷ്ട വ്യക്തികളുടെ ജാതകവും അവരുടെ അനുഭവങ്ങളിലൂടെയുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രമാകുന്നു, ജ്യേഷ്ഠ എന്ന തൃക്കേട്ട നക്ഷത്രമാകുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം. 1970 ജൂൺ 18 രാത്രി 9:52 ദില്ലിയിൽ ജനിച്ചു ശ്രീ രാഹുൽ ഗാന്ധി. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഭാവി എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മകരം ലഗ്നം, 2-ൽ രാഹു, 4-ൽ ശനി മാന്തി, 5-ൽ ബുധൻ, 6-ൽ സൂര്യൻ ചൊവ്വ, 7-ൽ ശുക്രൻ, അഷ്ടമത്തിൽ കേതു, 10-ൽ വ്യാഴം, 11-ൽ ചന്ദ്രൻ. യഥാർത്ഥത്തിൽ 2013 ഏപ്രിൽ 26 മുതൽ 2024 ഏപ്രിൽ 26 വരെയുള്ള സമയം നീചസ്ഥനായ ചന്ദ്രൻ്റെ ദശയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. ആ ചന്ദ്രൻ അദ്ദേഹത്തിന് വിശേഷിച്ച് ഒരു ഗുണങ്ങളും നൽകിയില്ല, വിവാഹ ജീവിതവും നൽകിയില്ല. ഇന്ന് 2023 ഏപ്രിൽ 26 മുതൽ കാര്യങ്ങളൊക്കെ മാറിമറയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് സംജാതമാവുകയാണ്. ഈ ചൊവ്വ അതിശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കും എന്നൊരു ഫലം അവിടെയുണ്ട്. ചൊവ്വയോടുകൂടി അഷ്ടമാധിപനായ സൂര്യന് നിൽക്കുന്നു. ഭൗമേന അഘരതമെന്നാണ്. സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ ദിഗ്രഹയോഗമാണ്. അഘരതം, പാപ വാസനകളിൽ രതിയുണ്ടാകുമെന്നാണ്. ക്രുഗറ്റായ ഒരു രാഷ്ട്രീയ കളി ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന അവസരമാണ് കൈവരുന്നത് ഇനി മുതൽ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ സമയം ജാതകവശാലും ചാരവശാലും അനുകൂലമായില്ല. ഇദ്ദേഹത്തിന് 2023 ഏപ്രിൽ 26 മുതൽ ചൊവ്വ തുടങ്ങിയെന്ന് പറഞ്ഞു. ആ ചൊവ്വയുടെ സ്വാപഹാരം കഴിഞ്ഞ് 2023 സെപ്റ്റംബർ 22 മുതൽ 2024 ഒക്ടോബർ 10 വരെയുള്ള സമയം രാഹുവിൻ്റെ അപഹാരം വളരെയധികം ദോഷമുള്ള സമയമാണ്. അഷ്ടമത്തിലെ 2-ൽ നിൽക്കുന്ന രാഹുവാണ്. അദ്ദേഹത്തിന് ധാരാളം അപഖ്യാതികൾ, കളവ് പറയുന്ന വ്യക്തി, ഈ രീതിയിലൊക്കെ ധാരാളം അപഖ്യാതികൾ നേരിടേണ്ടി വരും. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ദുഷ്ടോക്തി പാത്രക്ഷതി എന്ന ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. ദുഷ്ട ഉക്തി, ദുഷ്ടമായ വാക്കുകളിലൂടെ തനിക്ക് പേരുദോഷവും അപമാനവും വരുത്തുന്നു ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു. അത് 2024 ഒക്ടോബർ 10 കഴിയും. അത് കഴിഞ്ഞ് ചൊവ്വാദശയിൽ വരുന്ന വ്യാഴത്തിൻ്റെ അപഹാരം നമുക്ക് വളരെ പക്വതയുള്ള ഒരു രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയുന്നതാണ്. കാരണം അദ്ദേഹവും മോദിയെ പോലെ തന്നെ വൃശ്ചികം രാശിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്ക് 7-ൽ വ്യാഴം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വരുന്ന ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞാലും പാർലമെന്റിൽ അത്യുജ്വലമായൊരു പ്രകടനം നടത്തി ഒരു ശക്തമായ തിരിച്ചുവരവ് 10/10/2024 മുതൽ വരുന്ന ഒരു വർഷക്കാലം ചൊവ്വാദശയിലെ വ്യാഴാപഹാരം അദ്ദേഹത്തിന് സഹായിക്കുന്നതാണ്. വളരെയധികം ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന ഒരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ ജാതകം. സൂര്യനും ചൊവ്വയും തമ്മിലുള്ള 6-ാം ഭാവസ്ഥിതി ആരോഗ്യത്തിന് അത്ര ഗുണകരമല്ല. മകരം ലഗ്നമാണ്. അധകൃശഃ, ശരീരത്തിൻ്റെ ബോഡിയുടെ വെയ്റ്റിനേക്കാളും പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ചൊവ്വാദശയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടതായി വരുന്നു. സ്വതവേ മകരം രാശി ശീതളഹ, ശൈത്യരാശിയാണ്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഹൃത്സംബന്ധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയം വരുന്നുണ്ട്. അതിന് പുറമെ 2-ാം ഭാവത്തിലുള്ള ഈ രാഹുവും ശാരീരികമായിട്ട് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, വയറ് സംബന്ധമായ, മോഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. ഏതായാലും ഒരു നല്ല പ്രതിപക്ഷ നേതാവായി നയിക്കുവാനുള്ള പക്വതയും നേടി ശോഭിക്കുമാറാകട്ടെ എന്ന് ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.